ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ജൂലൈ മാസത്തിലെ SSC അപ്ഡേറ്റ്സ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ SSCയുടെ എക്സാമുകൾ നടക്കാൻ പോകുന്ന സമയമാണല്ലേ. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ SSC CHSL നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എത്ര വാക്കൻസീസ് ആണെന്ന് അറിയാമോ? 3131 വാക്കൻസീസ് ആണ്. 3131 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. SSC ഹാസ് ഇൻവൈറ്റഡ് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആൻഡ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ ഇൻ ദ നാഷണൽ സർവീസ്. അതായത് കേന്ദ്ര സർവീസിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ ഒഴിവുകളിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് സി തസ്തികയാണുള്ളത്. 3131 ഒഴിവാണ് പ്രതീക്ഷിക്കുന്നത്. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം വന്നേക്കാം. അതായത് എന്താണ്, ഒഴിവുകൾ കൂടിയേക്കാം. +2കാർക്കാണ് അവസരം. ജൂലൈ 18-നകം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്. എത്ര വേക്കൻസീസ് ആണ്? 3131 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു +2 കാൻഡിഡേറ്റ്സിനുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് SSC CHSL എന്ന് പറയുന്നത് അല്ലെ. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ ഇൻ ദ നാഷണൽ സർവീസ്. ജസ്റ്റ് +2 മാത്രം മതി. അധികം നോക്കിക്കേ, 3000+ വാക്കൻസീസ് ആണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 18 ആണ് കേട്ടോ. അപ്പോൾ SSC ഹാസ് ഇൻവൈറ്റഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ and data entry operator grade A in the national services. This is a group C post. 3131 vacancies are expected. This is an opportunity for +2 candidates. Apply online by July 18. Okay, July 18-നകം അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് ഉണ്ട്. 18 to 27 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിന് 5 വർഷവും OBCക്ക് 3 വർഷവും അതുപോലെ തന്നെ ഫിസിക്കലി ചലഞ്ച് പേഴ്സൺസിന് 10 വർഷവുമാണ് ഏജ് റിലാക്സേഷൻ തന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, 12th ആണ് ക്വാളിഫിക്കേഷൻ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ https://ssc.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇതില് സാലറി സ്കെയിൽ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് തന്നെ 19,000 ആണ് അല്ലെ. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്റ്റാർട്ടിംഗ് തന്നെ 19,900 to 63,200 ആണ് സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന് 25,000 ആണ് സ്റ്റാർട്ടിംഗ്, 81,000 വരെ സാലറി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ ആണെങ്കിൽ സെയിം സാലറി തന്നെയാണ് കേട്ടോ. സെയിം സാലറി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് വെറും 100 രൂപ മാത്രമാണ്. അപ്പൊ പ്രായം 2026 ജനുവരി 1-ന് 18 to 27. ഓക്കെ, പട്ടുവിഭാഗക്കാർക്കും 5, OBCക്ക് 3, അംഗപരിമിതർക്ക് 10 വർഷം ഉയർന്ന പ്രായപരിധിയിൽ ഇളവുകൾ ഉണ്ടായിരിക്കും. വിമുക്ത ഭടന്മാർ ഉൾപ്പെടെ മറ്റു യോഗ്യതകൾക്ക് ചട്ടപ്രകാരം ഇളവുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ യോഗ്യത എന്ന് പറയുന്നത് 12ാം ക്ലാസ് ആണ് യോഗ്യത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശമ്പളം കണ്ടില്ലേ, ശമ്പളം വളരെ ഹൈ സാലറി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. 19,900 to 63,200, 25,500 to 81,100 rupees വരെ സാലറി സ്കെയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 27 വയസ്സിനുള്ളിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12ാം ക്ലാസ് ആണ്, +2 ആണ് അല്ലെ. അടുത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. 2 സ്റ്റേജിലായിരിക്കും നടക്കുക. ഒന്ന് സ്കിൽ ടെസ്റ്റും അതുപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ റിട്ടൺ ടെസ്റ്റും 2 സ്റ്റേജസിലായിരിക്കും ഉണ്ടായിരിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ വിൽ ഹാവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അപേക്ഷാ ഫീസ് എത്രയെന്ന് മറന്നുപോയത് 100 രൂപയാണ്. തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ്. സ്കിൽ ടെസ്റ്റ് അതുപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. 2 ഘട്ടങ്ങളിലായിരിക്കും എഴുത്ത് പരീക്ഷ. കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അത് വിൽ ബി നെഗറ്റീവ് മാർക്കിംഗ് ഫോർ റോങ് ആൻസേഴ്സ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ പറയാനുള്ളത് 3rd സ്റ്റേജ് എക്സാം ആണ്. അതായത് 3ാം ഘട്ട പരീക്ഷ, അതായത് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നടക്കുന്ന സ്കിൽ ടെസ്റ്റിൽ കമ്പ്യൂട്ടർ ഡേറ്റ എൻട്രിയിലുള്ള വേഗം പരിശോധിക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടറിൽ മണിക്കൂറിൽ 8000 കീ ഡിപ്രഷൻ വേഗം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 15 മിനിറ്റ് ദൈർഘ്യമുള്ളതായിരിക്കും സ്കിൽ ടെസ്റ്റ്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നടന്ന കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റിൽ ഹിന്ദി ടൈപ്പിംഗിൽ മിനിമം 30 വാക്കും ഇംഗ്ലീഷ് ടൈപ്പിംഗ്
ടൈപ്പിംഗിൽ മിനിറ്റിന് 35 വാക്കും വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10 മിനിറ്റ് ആയിരിക്കും ടെസ്റ്റ്. പരീക്ഷ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്തായി വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും കേട്ടോ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. The skill test conducted for the post of data entry operator will test the speed of the computer data entry. The computer typing speed should be 8000 kbps per hour. Okay. അങ്ങനെ പറയുമ്പോൾ എത്ര മിനിറ്റ് ആണ്, ഒരു മിനിറ്റിൽ എത്രയാണ് അവർ പറയുന്നത്? അതായത് ഒരു മിനിറ്റിൽ 26.67 വേർഡ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് 8000 kbps per hour എന്ന് പറയുന്നത്. സ്കിൽ ടെസ്റ്റ് എത്ര മിനിറ്റ് ആയിരിക്കും? 15 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള സ്കിൽ ടെസ്റ്റ് ആയിരിക്കും നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് എക്സാം സെന്റേഴ്സ് എവിടെയൊക്കെയാണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഉണ്ട്, അതുപോലെ തന്നെ കൊല്ലം അല്ലെ, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂര്, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയവയാണ് എവിടെ എക്സാം സെന്റേഴ്സ് ഉള്ളത്. പാലക്കാട് ഇല്ല കേട്ടോ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ. How to apply? The application should be submitted in 2 stages through the website https://ssc.gov. അതായത് ഇങ്ങനെ 2 സ്റ്റേജസ് ആയിട്ടായിരിക്കും ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. application should be submitted in 2 stages through the website. അല്ലെ, അതായത് https://ssc.gov എന്ന വെബ്സൈറ്റിലൂടെ 2 ഘട്ടമായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. The first stage is one-time registration. Photograph and signature should be uploaded at this stage. ആദ്യത്തെ എന്ന് പറയുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ ആണ്. അതിലെന്താണ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഈ സ്റ്റേജിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആഫ്റ്റർ വൺ ടൈം രജിസ്ട്രേഷൻ യു ക്യാൻ ലോഗ് ഇൻ യുവർ യൂസർ ID ആൻഡ് പാസ്വേഡ് ആൻഡ് സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താണ് പറയുന്നത്? അതായത് https://ssc.gov എന്നുള്ള വെബ്സൈറ്റ് ഉണ്ടല്ലോ, ആ വെബ്സൈറ്റിലൂടെ 2 ഘട്ടമായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആദ്യ ഘട്ടം ഒറ്റത്തവണ രജിസ്ട്രേഷൻ ആണ്. അതായത് ഫോട്ടോയും ഒപ്പും ഈ ഘട്ടത്തിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഒറ്റത്തവണ രജിസ്ട്രേഷന് ശേഷം യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സോ 2 സ്റ്റേജ് ആയിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. എക്സാം എന്ന് പറയുന്നതും 2 ഘട്ടമാണ്. കമ്പ്യൂട്ടർ CBT എക്സാമും അതുപോലെ തന്നെ റിട്ടൺ എക്സാമും 2 സ്റ്റേജാണ്. അപ്ലൈ ചെയ്യേണ്ടതും 2 സ്റ്റേജാണ്. ജൂലൈ 18 ആണ്. അതുകൊണ്ട് തന്നെ വേഗം അപ്ലൈ ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.